മനഃപ്പാഠവാക്യങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും പഠിക്കാം. മർത്തമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്കായി നാം തയ്യാറാകുമ്പോൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് മനഃപ്പാഠവാക്യങ്ങൾ. ഈ വർഷത്തെ മനഃപ്പാഠവാക്യങ്ങൾ എബ്രായർ ലേഖനത്തിൽ നിന്നുള്ളതാണ്. ഏറെ പരിചിതവുമാണ്. ഈ വാക്യങ്ങൾ നാം പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന അവസരത്തിൽ നമ്മെ ധൈര്യത്തോടെ നിലനിർത്തുന്നവയാണ് ഓരോ വാക്യങ്ങളും അല്ലെങ്കിൽ ഓരോ വചനങ്ങളും. ദൈവത്തിൻ്റെ വചനം എന്നത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്ന് എബ്രായർ 4:12 തന്നെ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ വാചകങ്ങളൊക്കെയും നമ്മളെ ഏറെ സ്പർശിക്കുന്നതാകട്ടെ. നമുക്ക് ഓരോന്നായി നോക്കാം. എബ്രായർ 1:13 ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? എബ്രായർ 2:18 താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. എബ്രായർ 3:12 സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. എബ്രായർ 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. എബ്രായർ 9:22 ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എബ്രായർ 11:6 എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എബ്രായർ 12:1 ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായർ 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എബ്രായർ 13:7 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ.